നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കടുത്ത വേനൽ. ജില്ലയിൽ പശുവിൻ പാൽ ഉൽപാദനത്തിൽ വൻഇടിവ്. പ്രതിസന്ധിയിലായി ക്ഷീരകർഷകർ. രാവിലെ 70 ലിറ്റർ പാൽ കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പം 30 ലിറ്റർ പാൽ പറഞ്ഞാൽ 40 ലിറ്ററായി. പിന്നെ പച്ചപ്പുല്ലിൻ്റെ ലഭ്യത വളരെ കുറവ്, വെള്ളവും ഇല്ല. 2023 മാർച്ചിൽ ലഭിച്ച പാലിനേക്കാൾ 17.99% കുറവാണ് കഴിഞ്ഞ മാസം ലഭിച്ചത്. ജനവാസ മേഖലയിൽ ശുചിമുറി മാലിന്യം തള്ളി. അഞ്ചൽ ആർച്ചൽ കൈതോടിലാണ് രാത്രിയുടെ മറവിൽ ടാങ്കർ ലോറിയിൽ എത്തിച്ച മാലിന്യം തള്ളിയത്. ജനജീവിതം ദുസ്സഹമായതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ. സാമൂഹ്യവിരുദ്ധർ വീട് തള്ളി തകർത്തതായി പരാതി. തഴവ സ്വദേശി അജിത്തിന്റെ വീട്ടിലാണ് അക്രമം നടത്തിയത്. വീടിന്റെ ജനൽ ചില്ലകളും വാഹനവും അക്രമികൾ തല്ലി തകർത്തു. വിശദമായ വാർത്തകളിലേക്ക്. കടുത്ത വേനലിനെ തുടർന്ന് ജില്ലയിൽ പശുവിൻ പാൽ ഉൽപാദനത്തിൽ വൻഇടിവ്. ഇതോടെ ക്ഷീരകർഷകർ കടുത്ത പ്രതിസന്ധിയിലായി. വേനൽ ചൂട് കൊല്ലത്ത് 40 ഡിഗ്രി സെൽഷ്യസ് കടന്നതായാണ് റിപ്പോർട്ട്. 2023 മാർച്ചിൽ ലഭിച്ച പാലിനേക്കാൾ 17.99% കുറവാണ് കഴിഞ്ഞ മാസം ലഭിച്ചത്. ദിവസവും 1,16,170 ലിറ്റർ പാലാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇത് 1,37,080 ലിറ്റർ ആയിരുന്നു. ജില്ലയിൽ 1.8 ലക്ഷം പശുക്കളാണുള്ളത്. ഇതിൽ 75,000 കറുവ പശുക്കളുണ്ട്. വേനലിൽ പച്ചപ്പുല്ല് കരിഞ്ഞുണങ്ങിയതും ജലക്ഷാമം രൂക്ഷമായതും പരിപാലന ചെലവ് വർദ്ധിക്കുകയും ചെയ്തതോടെ ക്ഷീരകർഷകരുടെ സ്ഥിതി ദയനീയമായി. ദിവസം 50 ലിറ്റർ ശുദ്ധജലമാണ് പശുവിന് വേണ്ടത്, 30 കിലോ പച്ചപ്പുല്ലും. എന്നാൽ ഇത് രണ്ടും ലഭ്യമല്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. പച്ചപ്പുല്ല് ഇല്ലാത്തതിനാൽ 20-25% പാലിൽ കുറവ് വരും. കൃഷി ചെയ്തിരുന്ന തീറ്റ പുല്ലുകളെല്ലാം മിക്കയിടത്തും കരിഞ്ഞുണങ്ങി. എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇങ്ങനൊരു ചൂട് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഉണ്ടാക്കുന്നത്. 70 ലിറ്റർ എനിക്കെല്ലാം കൂടി ഒരു ദിവസം രാവിലെ 70 ലിറ്റർ പാൽ കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പം 30 ലിറ്റർ പാൽ പറഞ്ഞാൽ 40 ലിറ്ററായി ദിവസം. പിന്നെ പച്ചപ്പുല്ലിൻ്റെ ലഭ്യത വളരെ കുറവ്, വെള്ളവും ഇല്ല. ദിവസം 2 നേരം 3 നേരം കുളിപ്പിക്കാൻ ഉള്ള സാഹചര്യം, വെള്ളം അത്രയും ഇല്ല. പിന്നെ പെല്ലറ്റിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു പ്രതിസന്ധി, വലിയ പ്രതിസന്ധിയാണ്. മുന്നോട്ട് ഞാനിപ്പം എല്ലാത്തിനെയും കൂടെ ഡോക്ടറെ ഞാൻ പശുവിനെ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഇതെല്ലാം കൊടുക്കാൻ പോവുക, പറ്റുന്നില്ല. അപ്പം ഡോക്ടർ പറഞ്ഞു നോക്ക് എല്ലായിടവും ഇതിനൊക്കെ തന്നെയാണ്, ഒരിക്കലും പറ്റാത്ത ചൂടാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ഡോക്ടർ പറഞ്ഞത്. എല്ലായിടവും പ്രതിസന്ധിയാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. മൊത്തത്തിലും കുഴപ്പമാണെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. അത് പുൽകൃഷിയെല്ലാം നശിച്ചിരിക്കുകയാണ്. പച്ചപ്പുല്ലില്ല. കച്ചി 35 രൂപ കൊടുത്ത് ഒരു കച്ചി വാങ്ങിക്കുകയാണ്. ഒരു വിരി കച്ചിക്ക് 35 രൂപ, നേരത്തെ 30 രൂപ. പിണ്ണാക്കിന് 1630 രൂപ. കേസിൻ്റെ ഡീലക്സ് ഓക്കെ. പാലിന് വില ഇല്ല. പാലിന് 56 രൂപ ഒരു ലിറ്റർ. പഴയ വില തന്നെ 56 രൂപ. സർക്കാരിൻ്റെ വിലയ്ക്കാണ് കൊടുക്കുന്നത് 56 രൂപ. സഹായം ഇതുവരെ ലഭിച്ചിട്ടില്ല. ലഭിച്ചേ പറ്റൂ. കാര്യം ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നത് വേറെ എങ്ങും ഇല്ല. നമ്മൾ വെളുപ്പിലെ 4 മണിക്ക് ഊണുമില്ല, ഉറക്കവുമില്ല. മഴയായാലും വെയിലായാലും ഇതിനെ നോക്കിയേ പറ്റത്തുള്ളൂ. എന്തായാലും പാലില്ലെങ്കിൽ പോലും ഇതിനെ പുറകെ നടന്ന് എല്ലാം ചെയ്ത് നിൽക്കണം. പക്ഷേ അതിനുള്ള നമുക്ക് കിട്ടുന്നില്ല. ചൂട് ഉയരുന്നതനുസരിച്ച് ശരീരത്തിന് പ്രതിരോധശേഷി നഷ്ടപ്പെടുന്നതും ഭക്ഷണം കഴിക്കാനാകാത്തതും പാൽ ലഭ്യതയിൽ വൻ കുറവ് വരുത്തുന്നു. പ്രതിരോധശേഷി കുറയുന്നത് അകിട് വീക്കം, ന്യൂമോണിയ തുടങ്ങിയ രോഗത്തിന് ഇടയാക്കും. ഫാമുകളിൽ താപനില ഉയരാതെ സൂക്ഷിക്കാൻ ഫാനും തൊഴുത്തിൻ്റെ മേൽക്കൂര തണുപ്പിക്കാൻ വെള്ളം സ്പ്രേ ചെയ്യുന്ന സംവിധാനവും പല കർഷകരും ഒരുക്കുന്നുണ്ടെങ്കിലും പാലുൽപാദനം കുറഞ്ഞു തന്നെയാണ്. തൊഴുത്തുകളിൽ പശുക്കളെ അടുത്തടുത്ത് കെട്ടിയിടുമ്പോൾ ചൂട് വർദ്ധിക്കാൻ ഇടയാക്കും. പശുക്കളെ തണലത്ത് കെട്ടിയിടാനും കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അധികൃതർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ചട്ടമ്പി സ്വാമി സമാധി ശതാബ്ദി ഘോഷയാത്ര നടത്തി. കുമ്പളത്ത് ശങ്കുപിള്ള സ്മാരക NSS 323 നമ്പർ മനയിൽ കരയോഗത്തിന്റെ നേതൃത്വത്തിലാണ് ഘോഷയാത്ര നടത്തിയത്. കണ്ണൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് ബാലപട്ടാരക വിലാസം സംസ്കൃത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സമാധി സ്ഥലം വരെയാണ് ഘോഷയാത്ര നടത്തിയത്. ചവറ കുമ്പളത്ത് ശങ്കുപിള്ള സ്മാരക 323 നമ്പർ NSS കരയോഗത്തിന്റെ നേതൃത്വത്തിലാണ് സമാധി ശതാബ്ദി ഘോഷയാത്ര സംഘടിപ്പിച്ചത്. കണ്ണൻകുളങ്ങര ഭഗവതി ക്ഷേത്രനടയിൽ നിന്നും ആരംഭിച്ച് ബാലപട്ടാരക വിലാസം സംസ്കൃത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിച്ചു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് മഹാസമാധി ശതാബ്ദി ഘോഷയാത്ര നടന്നത്. തുടർന്ന് സമാധി സ്ഥാനത്ത്
ദീപക്കാഴ്ച, പ്രസാദ വിതരണം എന്നിവയും നടത്തി. നിരവധി പേർ ഘോഷയാത്രയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. സ്നേഹവീട് ഉദ്ഘാടനം ചെയ്തു. ശൂരനാട് വടക്ക് പടിഞ്ഞാറ്റമുറിയിലാണ് ശൂരനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 93 ബാച്ച് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്നേഹവീട് നിർമ്മിച്ചത്. കോവൂർ കുഞ്ഞുമോൻ MLA ഉദ്ഘാടനം ചെയ്തു. ശൂരനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 93 ബാച്ച് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് സ്നേഹവീട് നിർമ്മിച്ചു നൽകിയത്. ശൂരനാട് വടക്ക് പടിഞ്ഞാറ്റമുറിയിലാണ് വീട് നിർമ്മിച്ചു നൽകിയത്. കോവൂർ കുഞ്ഞുമോൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു നല്ല ചെറുപ്പക്കാരനായിരുന്നു ശ്രീ അനിൽ. വളരെ അവിചാരിതമായിട്ടാണ് അസുഖം പിടിപെട്ടത്. കുറെ നാള് രോഗശൈലിയിൽ കിടക്കുകയും എല്ലാവരുടെയും സഹായം ആ കുടുംബത്തിനുണ്ടായി. വീട് വളരെ താമസിച്ചുകൊണ്ടിരുന്ന വീട് പൊട്ടിപ്പൊളിഞ്ഞ് തകരാറിലായി. ഏത് നിമിഷവും നിലം പൊത്തും എന്ന നിലയിലായിരുന്നു വീട്. നിങ്ങളുടെ കാരുണ്യം കൊണ്ട് 93 ബാച്ചിലെ കാരുണ്യം കൊണ്ട് മനോഹരമായ ഒരു വീടാണ് ഇവിടെ പൂർത്തീകരിച്ചത്. വളരെ സന്തോഷം തോന്നുകയാണ്. നമ്മളെല്ലാവരും സാമൂഹ്യ സേവന പ്രവർത്തനം നടത്തുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യ സേവനമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്നേഹവീട്. കൂട്ടായ്മ പ്രസിഡന്റ് V. ഹരികുമാർ അധ്യക്ഷത വഹിച്ചു. സീരിയൽ താരം ശരത് സ്വാമി താക്കോൽദാനം നിർവഹിച്ചു. ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. ശ്രീകുമാർ മൊമന്റോ സമർപ്പണം നടത്തി. 93 ബാച്ച് ചീഫ് അഡ്മിൻ N. സുരേഷ് ആമുഖ പ്രഭാഷണം നടത്തി. സെക്രട്ടറി രാജു കർത്തേരിൽ, ട്രഷറർ M. ഷിഹാബ്, കാർട്ടൂണിസ്റ്റ് കാർത്തിക കറ്റാനം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K. പങ്കജാക്ഷൻ, ഗ്രാമപഞ്ചായത്ത് അംഗം K. പ്രദീപ്, ഷീജ സോമരാജൻ, അഞ്ജലി അനിൽ, പ്രസാദ് ഗണേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. നിൽപ്പ് സമരം നടത്തി. കായംകുളം കാദീശ യാക്കോബായ സുറിയാനി പള്ളി ഇടവക അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടത്തിയത്. പള്ളി നിർമ്മിച്ചതിൽ ഗുരുതര സാമ്പത്തിക ക്രമക്കേട് നടന്നെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. കായംകുളം കാദീശ യാക്കോബായ സുറിയാനി പള്ളി ഇടവക അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് നിൽപ്പ് സമരം സംഘടിപ്പിച്ചത്. കാദീശ യാക്കോബായ പള്ളിയുടെ നിർമ്മാണത്തിലെ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾക്കെതിരെയാണ് പ്രതിഷേധം നടത്തിയത്. സഭയുടെയും ഭദ്രാസനത്തിന്റെയും ഇടവകയോടുള്ള നീതി നിഷേധത്തിനെതിരെ പോരാട്ടം തുടരുമെന്നും പ്രതിഷേധക്കാർ അറിയിച്ചു. ഇവിടെ ഈ ഇടവകയിൽ നീതി നടപ്പാക്കണം, കണക്കുകൾ ഓഡിറ്റ് ചെയ്ത് വ്യക്തമായ കണക്കുകൾ ഓഡിറ്റ് ചെയ്ത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാത്രമുള്ള ഒരു സമരമായത്. ഇതൊരു തുടക്കം മാത്രമാണ്. ഞങ്ങൾ തുടർന്നുള്ള സമരപരിപാടികൾ പിൻകാലങ്ങൾ ആവിഷ്കരിക്കും. യാതൊരു നിർവാഹവുമില്ലാത്ത സാഹചര്യത്തിലാണ് ഇന്ന് ഞങ്ങൾ ആലപ്പുഴ വെക്കേഷൻ കോടതിയിൽ നിന്നും ഞങ്ങൾ ഇവിടുത്തെ നിലനിൽക്കുന്ന സ്ഥിതി തുടരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇഞ്ചക്ഷൻ ഓർഡർ വരെ മേടിച്ചിട്ടുണ്ട്. പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോടികളുടെ അഴിമതി നടന്നതായി ഇടവക അംഗങ്ങൾ ആരോപിക്കുന്നു. പള്ളി പണി കഴിപ്പിച്ച വകയിലുണ്ടായ വരവ് ചെലവ് കണക്കുകൾ ട്രസ്റ്റികൾ ഇടവക അംഗങ്ങളെ അറിയിച്ചിട്ടില്ല. ഇതും പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും വൈദികർക്കോ പള്ളിപ്രമാണികൾക്കോ ഒന്നും എതിരായിട്ടുള്ളതല്ല. വൈദികരും ചില പള്ളിപ്രമാണികളും ചേർന്ന് ഗുരുതരമായ ഏകദേശം 48 ലക്ഷം രൂപയുടെ ക്രമക്കേട് 1,22,00,000 രൂപയുടെ നിർമ്മാണ പ്രവർത്തനത്തിൽ നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത്. 2016 പൂർത്തീകരിച്ച് വിശുദ്ധ കൂദാശ ചെയ്യപ്പെട്ട പള്ളി നാളിതുവരെയായിട്ട് അതിൻ്റെ കണക്കുകളോ ഓഡിറ്റ് ചെയ്ത രേഖകളോ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ഇന്നുവരെ നടപടികളൊന്നും ഉണ്ടാകാത്ത സാഹചര്യം കൂടി കണക്കിലെടുത്താണ് പല സന്ദർഭങ്ങളിലും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടും എല്ലാവരും നമുക്ക് പരിഹരിക്കാം എന്നുള്ളൊരു മറുപടിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞങ്ങൾ ഈ നിൽപ്പ് സമരം ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കായംകുളം. യൂണിറ്റ് സമ്മേളനവും തെരഞ്ഞെടുപ്പും നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ടൈറ്റാനിയം വടുതല യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പരിപാടി നടത്തിയത്. ഇതോടനുബന്ധിച്ച് മെറിറ്റ് അവാർഡും വിതരണം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ടൈറ്റാനിയം വടുതല യൂണിറ്റിന്റെ യൂണിറ്റ് സമ്മേളനവും തെരഞ്ഞെടുപ്പും നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് KJ മേനോൻ ഉദ്ഘാടനം നിർവഹിച്ചു. കോവിഡ് വന്നു, പ്രളയം വന്നു. നമ്മളെ രക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കച്ചവടക്കാർ മാത്രമേ ഉണ്ടായിരുന്നു, ആരും രക്ഷിക്കാനില്ല. പ്രളയം വന്ന് കടകൾ നഷ്ടപ്പെട്ടവർക്ക് 10,000 രൂപ നഷ്ടപരിഹാരം കൊടുക്കുമെന്ന് സർക്കാർ പറഞ്ഞെങ്കിലും ആ പൈസ പോലും എല്ലാവർക്കും കിട്ടിയിട്ടില്ല. ഇപ്പോഴും കിട്ടാത്തവർ. കോവിഡ് വന്നു, അപ്പോഴും ഇത് തന്നെയായിരുന്നു സ്ഥിതി. നമ്മളെന്ത് ചെയ്തു? കൊല്ലം, തിരുവനന്തപുരം ഭാഗങ്ങളിലാണ് വലിയ കുഴപ്പമില്ലാതെ പോയി. നമ്മൾ നമ്മുടെ സഹജീവികൾക്ക് വേണ്ടി പണമായിട്ടും സാധനങ്ങളായിട്ടും വേണ്ടുവോളം കൈയയച്ച് സഹായിച്ചു. അപ്പോൾ നമ്മുടെ കൈ നമ്മുടെ തലയ്ക്ക് വെക്കത്തക്ക ഒരു സ്ഥിതി വേറെ ആരും സഹായിക്കാനില്ല. എങ്കിൽ പോലും കോടിക്കണക്കിന് രൂപ ഇപ്പോഴും നമ്മൾ നികുതി ഇനത്തിൽ പിരിച്ച് അടച്ചുകൊണ്ടിരിക്കും സർക്കാരിലേക്ക്. പരിമളം സലാം അധ്യക്ഷത വഹിച്ചു. മാഗ്ന ജയപ്രകാശ് സ്വാഗതം പറഞ്ഞു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി N. ആനന്ദക്കുട്ടൻപിള്ള റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറിമാരായ D. വാവാച്ചൻ, AK ഷാജഹാൻ, VP പ്രകാശ്, A. അമീർ സഫ, S. കബീർ, A. രവീന്ദ്രൻ, N. ഹാഷിം, H. നൌഷാദ് മഠത്തിൽ, സക്കീർ ഹുസൈൻ റോയൽ, M. സമീർ, സുദർശനൻ, അക്ബർ ഷാ, അഹമ്മദ്, രഘു പുലരി, രാജേഷ്, മോഹനൻ, അൻവർ ഷാ, ബഷീർ, സലീം സിത്താര തുടങ്ങിയവർ പങ്കെടുത്തു.
ചടങ്ങിൽ യൂണിറ്റിലെ വ്യാപാരികളുടെ SSLC +2 ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ മികവ് തെളിയിച്ച മക്കൾക്കുള്ള മെറിറ്റ് അവാർഡ് വിതരണവും നടത്തി. ന്യൂസ് ബ്യൂറോ, ചവറ. തൊടിയൂർ തഴവ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരുമ സ്നേഹനിലാവ് വാർഷികാഘോഷം നടത്തി. ഇതോടനുബന്ധിച്ച് വിവാഹ ധനസഹായവും വീൽചെയർ സമാഹരണവും നടത്തി. തൊടിയൂർ തഴവ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഓൾ കേരള ഒരുമയുടെ സ്നേഹനിലാവിന്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. 14 ജില്ലകളിലെ ജീവകാരുണ്യ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ സ്നേഹസംഗമത്തിൽ നിർധന രോഗികൾക്കുള്ള വീൽചെയർ, എയർബെഡ് വാക്കർ, ഓക്സിജൻ സിലിണ്ടർ, കട്ടിൽ എന്നിവയുടെ സമാഹരണവും നിർധന പെൺകുട്ടികൾക്കുള്ള വിവാഹ ധനസഹായവും വിതരണം ചെയ്തു. CR മഹേഷ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. സ്നേഹനിലാവ് ചെയർമാൻ ഷമീർ അസേസിയ അധ്യക്ഷത വഹിച്ചു. പറക്കാനുള്ള പൊന്തൂവൽ. അതുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തകർ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ചെയ്യുന്ന നന്മകൾ ചെയ്തുകൊണ്ടേ പോകുക. റോഡ് സൈഡിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഒരു കൈ പിടിച്ച് റോഡ് കടത്തിയാൽ ജീവകാരുണ്യ പ്രവർത്തനമാണ്. കുടിക്കാതെ അയക്കുന്നവരുടെ വെള്ളം കൊടുക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനമാണ്. അതേപോലെ തന്നെ കരഞ്ഞ് കണ്ണീര് പിടിച്ചാൽ മനസ്സിലെ വേദന പുറത്തു പറയാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ മുന്നിൽ പോയിട്ട് നമ്മുടെ ഒരു പുഞ്ചിരി കൊണ്ട് അവന്റെ മനസ്സിലെ കണലടയ്ക്കാൻ സാധിച്ചാൽ അതും ജീവകാരുണ്യ പ്രവർത്തനമാണ്. കൺവീനർ രാജി മേക്കരയിൽ സ്വാഗതം പറഞ്ഞു. കൊട്ടാരക്കര മുൻ മുനിസിപ്പൽ ചെയർമാൻ A. ഷാജു മുഖ്യപ്രഭാഷണം നടത്തി. ജീവകാരുണ്യ പ്രവർത്തകനായ ഡോക്ടർ ഫിറോസ് കുന്നംപറമ്പിൽ, ആടുജീവിതം ഫെയിം നജീബ്, അനിലസ് കല്ലേലി ഭാഗം, തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രൻ, തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. സദാശിവൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P. രാജീവ്, ഷംന ജവാദ്, CO കണ്ണൻ, R. അമ്പിളിക്കുട്ടൻ, ഷാനു കെ സലാം, ധർമ്മദാസ്, അഡ്വക്കേറ്റ് MA ആസാദ്, ഡോക്ടർ മോഹൻ, ഡോക്ടർ നജീബ്, നവാസ്, ആന്റണി മറിയൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഞാൻ അദ്ദേഹത്തിന് എന്നെ കൈകൊണ്ട് കൈക്കരെ കാണിക്കുന്നത് ഇയാൾ കണ്ടിട്ട് എന്നെ ഒരു വേറെ റൂട്ടിലോട്ട് ഈ അടഞ്ഞം കൊണ്ട് വിടുവായിരുന്നു. ആ ഒരു കത്ത് എൻ്റെ വീട്ടിൽ അദ്ദേഹം, ആ പാകിസ്ഥാനിലെ നല്ല മനുഷ്യൻ അവിടെ അത് അയച്ച് എന്തായാലും ആ കത്ത് അവിടെ കിട്ടി. അങ്ങനെയാണ് ഞാനിതുപോലെ എൻ്റെ നാൾ ഒരുപാട് ഭീകരമായിട്ടുള്ള അവിടുത്തെ ജീവിതത്തെക്കുറിച്ചൊന്നും എഴുതിയില്ല. കാരണം എൻ്റെ ഭാര്യ ഗർഭിണിയായിട്ടിരിക്കുമല്ലേ, എൻ്റെ ഇവിടുത്തെ അവസ്ഥ കൊണ്ട് അറിയുമ്പോൾ ഒന്നുകൂടെ ടെൻഷൻ കയറുമല്ലോ എന്ന് ഓർത്ത് ഇതുപോലെ ആടുമേക്കലാണ്, എനിക്കൊരു ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റുന്ന ബുദ്ധിമുട്ടാണ്, എന്തെങ്കിലും ഒരു അവസരത്തിൽ രക്ഷപ്പെട്ട് ഞാൻ വന്ന് കാണും, അങ്ങനെയൊക്കെ പറഞ്ഞ് ചെറിയ ഇതൊക്കെ കത്തായിരുന്നു എഴുതിയത്. എങ്കിലും അതൊക്കെ വിഷമമാക്കാനുള്ള കത്ത് തന്നെ എന്തായാലും. തുടർന്ന് കോമഡി ഷോയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, തഴവ. ജനവാസ മേഖലയിൽ രാത്രിയുടെ മറവിൽ ശുചിമുറി മാലിന്യം തള്ളി. അഞ്ചൽ ആർച്ചലിലെ വയലിനോട് ചേർന്നുള്ള കൈതാതോടിലാണ് രാത്രിയുടെ മറവിൽ ടാങ്കർ ലോറിയിൽ എത്തിച്ച മാലിന്യം തള്ളിയത്. ജനജീവിതം ദുസ്സഹമായതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. ഇത് ഒരു പ്രാവശ്യത്തെ പരിപാടിയല്ല, ഇത് നിരന്തരമായിട്ട് കഴിഞ്ഞ 3-4 മാസം മുമ്പിട്ട് തൊട്ടടുത്ത് 2-3 കടകളും മറ്റ് ജനവാസ സ്ഥലത്തും കൊണ്ടുവന്ന് ഇതേപോലെ നിക്ഷേപിച്ചിരുന്നു. അന്നും പോലീസിന് കംപ്ലൈൻറ്റ് ചെയ്യുകയും പോലീസ് മുന്നോട്ടുള്ള യാതൊരു നടപടി സ്വീകരിക്കുകയും ചെയ്തില്ല. എന്നാൽ ഇതും നമ്മൾ ഇന്ന് രാവിലെ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പിന്നെ ഈ രാത്രിയുടെ മറവിൽ ഈ മാലിന്യം തള്ളിയ ഈ സാമൂഹ്യ ദ്രോഹികളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് അവരെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ട് എത്തിക്കണം എന്നാണ് ജനങ്ങളുടെ പേരിൽ നമ്മുടെ ഓരോരുത്തരുടെയും അഭിപ്രായം. അഞ്ചൽ ആർച്ചലിലെ വയലിനോട് ചേർന്നുള്ള കൈത്തൊട്ടിലേക്കാണ് രാത്രിയുടെ മറവിൽ ടാങ്കർ ലോറിയിൽ എത്തിച്ച ശുചിമുറി മാലിന്യം തള്ളിയത്. നാട്ടുകാർ നൽകിയ പരാതിയെ തുടർന്ന് പ്രദേശത്തെ CCTV ദൃശ്യം ശേഖരിച്ച് ശുചിമുറി മാലിന്യം തള്ളിയവരെ കണ്ടുപിടിക്കാനുള്ള ശ്രമം ഏരൂർ പോലീസ് ആരംഭിച്ചു. അഞ്ചൽ മേഖലയിൽ രാത്രിയുടെ മറവിൽ PWD റോഡിലുൾപ്പെടെ ശുചിമുറി മാലിന്യം തള്ളുന്നത് പതിവായിരിക്കുകയാണ്. രാത്രിയുടെ മറവിൽ ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അറിഞ്ഞപ്പോൾ തന്നെ ഏരൂർ പോലീസ് അധികാരികളെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവർ ഇവിടെ വന്നിട്ട് 2 മേഖലയിലെ അഞ്ചൽ പഞ്ചായത്ത് ആർച്ചലിൻ്റെയും ഏരൂർ പഞ്ചായത്തിൻ്റെ ആർച്ചൽ പ്രദേശത്തുള്ള CCTV പരിശോധിച്ച് കുറ്റവാളികളെ കൊണ്ടുവരാം എന്നുള്ള നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാമെന്നാണ് ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുള്ളത്. ഇതുപോലെ നമ്മുടെ ഈ രാജരത്നം എസ്റ്റേറ്റ് ഭാഗത്ത് നിരന്തരമായിട്ട് രാത്രിയിൽ ഈ കക്കൂസ് മാലിന്യം തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ ഏരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഏതാണ്ട് 15ഓളം CCTV ക്യാമറ സ്ഥാപിച്ചു. അതിനുശേഷം അവിടെ ശല്യം ഒഴിഞ്ഞതാണ്. അഞ്ചൽ കോമളം ഭാഗത്തും രാജരത്നം എസ്റ്റേറ്റ് ഭാഗത്തും ഇത്തരത്തിൽ ശുചിമുറി മാലിന്യം നേരത്തെ തള്ളിയിരുന്നു. ഇത്തരക്കാരെ രാത്രികാലങ്ങളിൽ ഒളിഞ്ഞിരുന്ന് പിടികൂടാനുള്ള ശ്രമത്തിലാണ് നാട്ടുകാരും. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പെറ്റമ്മയേക്കാൾ മക്കളോട് സ്നേഹം വളർത്തമ്മയ്ക്കാണെന്ന് കവി കുരിപ്പുഴ ശ്രീകുമാർ പറഞ്ഞു. വളർത്തമ്മ മക്കളെ തെരുവിൽ ഉപേക്ഷിക്കാറില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ലക്കി വൈറ്റ് ഔൾ പബ്ലിക്കേഷൻ സംഘടിപ്പിച്ച തിരുനെല്ലൂർ കരുണാകരൻ പുരസ്കാര വിതരണവും പുസ്തക പ്രകാശനവും കൊല്ലത്ത് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കവി. കുഞ്ഞിനെ ആരാണ് വളർത്തുന്നത്? അവരാണ് കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മ. മക്കൾ അമ്മയ്ക്ക് നൽകുന്ന ഉമ്മ വാത്സല്യത്തിനപ്പുറം ഒരു സുരക്ഷാ കവചമാണ് ഉമ്മയിലൂടെ തീർക്കുന്നതെന്നും കുരിപ്പുഴ ശ്രീകുമാർ പറഞ്ഞു. ഒരമ്മ, ആ അമ്മ എന്ന് പറഞ്ഞാൽ വളർത്തുന്നുണ്ട്.
പെറ്റമ്മയല്ല. പെറ്റമ്മ വളർത്തുകയാണെങ്കിൽ നല്ല കാര്യമാണ്. പക്ഷേ അപ്പോൾ അവരെ ഒരു വളർത്തമ്മയായിട്ട് വേണം നമ്മൾ കൂട്ടാൻ. കാര്യം പെറ്റമ്മമാർ വേറെ ഉണ്ട് എന്നുള്ളത്. വളർത്തമ്മമാരെ അവരുടെ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുക. തിരുവനന്തപുരത്ത് അടുത്ത കിടക്കുന്ന ഒരു സംഭവം നമ്മളൊക്കെ ഇടപെട്ട ഒരു സംഭവമാണ്. ഒരു അമ്മ അതിൻ്റെ കുഞ്ഞിനെ പിന്നെ നമ്മുടെ ഒരു പ്രത്യേക ഒരു സ്ഥാപനത്തിൽ നിന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ആന്ധ്രയിലുള്ള ഒരാളിനെ വളർത്താനായിട്ട് കൊടുക്കുക. ഈ അമ്മ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ കുഞ്ഞിനെ അവകാശപ്പെടുകയാണ്, ഞാൻ പറ്റ കുഞ്ഞാണ് എനിക്ക്. അപ്പോൾ ഞാനടക്കമുള്ള സാംസ്കാരിക പ്രവർത്തകരെല്ലാം ഈ അമ്മയുടെ ഭാഗത്താണ് ശരി, ഈ കുഞ്ഞിനെ അമ്മയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാം ഇടപെട്ട് ഈ കുഞ്ഞിനെ ആന്ധ്രാപ്രദേശിന് ഇവിടെ നിന്ന് കൊടുക്കുക. മീര ധന്യ അധ്യക്ഷയായി. സൂര്യനാഥ് സാർ സ്വാഗതം പറഞ്ഞു. KPSC ലീലാകൃഷ്ണൻ, ലിസി സുജി, പ്രദീപ് കുരീപ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സാമൂഹ്യ വിരുദ്ധർ വീട് തല്ലി തകർത്തതായി പരാതി. തഴവ സ്വദേശി അജിത്തിന്റെ വീട്ടിലാണ് കഴിഞ്ഞ രാത്രി അക്രമമുണ്ടായത്. വീടിന്റെ ജനൽ ചില്ലകളും വാഹനവും അക്രമികൾ തല്ലി തകർത്തു. തഴവയിൽ പ്രവാസിയുടെ വീട്ടിലാണ് സാമൂഹ്യ വിരുദ്ധർ അക്രമം നടത്തിയത്. തഴവ തെക്കുമുറിക്കിഴക്ക് മുക്കോലക്കൽ മുക്കിൽ അജിത് ഭവനിൽ അജിത്തിന്റെ വീട്ടിലാണ് കഴിഞ്ഞ രാത്രി 12 മണിക്ക് അക്രമികൾ വീടും വാഹനവും തല്ലി തകർത്തത്. ഞാൻ 10-18 വർഷം കൊണ്ട് ഗൾഫിൽ പ്രവാസി ജീവിതം നയിച്ച ഒരാളാണ്. എന്നിട്ട് നാട്ടിൽ വന്നൊരു വർഷാപ്പിൽ ചെറിയ ജോലിയായിട്ട് നിൽക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. എന്ത് കാര്യം എന്തുവാണെന്നും ഒരു വിവരമില്ല. രാത്രി 12 മണിയായപ്പോൾ വന്ന് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് ഗ്ലാസ് അടിച്ച് പൊട്ടിച്ച് വണ്ടി ബുള്ളറ്റ് അടിച്ച് പൊട്ടിച്ച് ഓരോന്നും തല്ലി തകർത്തിട്ട് അവന്മാർ പോയത്. എന്തുവാ കാര്യമൊന്നും അറിയത്തില്ല. ഇവിടെയുള്ളവരാണ് അറിയത്തില്ല. പക്ഷേ എന്നാലും ഒരു ഏകദേശ രൂപമൊക്കെ കിട്ടിയിട്ടുണ്ട്. പോലീസ് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. 18 വർഷം പ്രവാസ ജീവിതം നയിച്ച് നാട്ടിൽ തിരിച്ചെത്തിയ ആളാണ് അജിത്. ഫർണിച്ചർ വർക്ക്ഷോപ്പ് നടത്തുകയാണ് അജിത്. കഴിഞ്ഞ രാത്രി 12 മണിക്ക് വീട്ടിൽ അതിക്രമിച്ചു കയറിയ സാമൂഹ്യ വിരുദ്ധർ വീടിന്റെ ജനൽ ചില്ലകളും വാഹനത്തിന്റെ കണ്ണാടിയും തല്ലി തകർത്തു. ബഹളം കേട്ട് വീട്ടുകാർ ഉണർന്നപ്പോൾ ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് വീട്ടുകാർ പോലീസിൽ പരാതി നൽകി. കരുനാഗപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തഴവ. നൂറിനാട് അജയൻ രചിച്ച ശമനി, കുരിയാറ്റ എന്നീ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. നൂറിനാട് നടന്ന ചടങ്ങ് CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. നൂറിനാട് അജയൻ രചിച്ച കുരിയാറ്റ, ശമനി എന്നീ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. പാലമേൽ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പ്രകാശന കർമ്മം CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ചെറുപ്പക്കാരാണെങ്കിലും കുട്ടികളാണെങ്കിലും കഥ അവർ പറയുന്നത് ഒരു പ്രത്യേക തരത്തിലാണ്. അതുപോലെയാണ് ചില എഴുത്തുകാർ. നമ്മുടെ നാട്ടിലിപ്പോ എഴുത്തുകാരുടെ എണ്ണം കൂടി വരിക, പക്ഷെ വായനക്കാരുടെ എണ്ണം കൂടുന്നുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതായിരിക്കും. നമ്മുടെ എല്ലാം ജീവിതം നവമാധ്യമങ്ങളിൽ ഫേസ്ബുക്കിലും വാട്സപ്പിലും കളയ്ക്കപ്പെട്ടിരിക്കുക. പഞ്ചായത്ത് അംഗം വേണു കാവേരി അധ്യക്ഷത വഹിച്ചു. മുൻ ശബരിമല മേൽശാന്തി പരമേശ്വരൻ നമ്പൂതിരി മുഖ്യാതിഥിയായി. പത്രപ്രവർത്തകൻ R. അജിത് കുമാർ, ശബരിമല ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ V. കൃഷ്ണകുമാർ എന്നിവർ ചേർന്ന് പുസ്തകം പ്രകാശനം ചെയ്തു. താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G. മുരളീധരൻ നായർ, പാലമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B. വിനോദ് എന്നിവർ ചേർന്ന് പുസ്തകം ഏറ്റുവാങ്ങി. സിനിമാ സംവിധായകൻ നൂറിനാട് രാമചന്ദ്രൻ, നൂറിനാട് റഹീം, ഡോക്ടർ രാജീവ്, B. വിശ്വൻ പടനിലം, ഡോക്ടർ സുരേഷ്, PP കോശി, ശ്രീദേവി, MR രാമചന്ദ്രൻ, G. ഹരിപ്രകാശ്, ഷാജി നൂറിനാട്, ദിലീപ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. ഓച്ചിറ പടിഞ്ഞാറത്തെരുവ് ജമാഅത്ത് ഹിദായത്തുൽ ഇസ്ലാം മദ്രസയിൽ പ്രവേശനോത്സവം നടത്തി. ഇതോടനുബന്ധിച്ച് ഉന്നത വിജയികൾക്ക് അവാർഡ് വിതരണവും നടന്നു. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ മുല്ലമീൻ ജില്ലാ പ്രസിഡന്റ് ജലാലുദ്ദീൻ മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഓച്ചിറ പടിഞ്ഞാറത്തെരുവ് ജമാഅത്ത് ഹിദായത്തുൽ ഇസ്ലാം മദ്രസയിൽ പ്രവേശനോത്സവം നടത്തി. ഇതോടനുബന്ധിച്ച് ഉന്നത വിജയികൾക്ക് അവാർഡ് വിതരണവും നടന്നു. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ മുല്ലമീൻ ജില്ലാ പ്രസിഡന്റ് ജലാലുദ്ദീൻ മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിച്ചു. പരിശുദ്ധ ഖുർആൻ നമുക്ക് ഇറക്കി തന്നു. ഇത് രണ്ട് കാര്യങ്ങൾ രണ്ട് കാര്യം നിങ്ങളിലേക്ക് ഞാൻ ഉപേക്ഷിക്കുന്നു. അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾക്ക് പരാജയമില്ല. കിതാബുല്ലാഹി വസുന്നത്തി റസൂലി, അല്ലാഹുവിന്റെ കിതാബും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യയുമാണ്. അപ്പോൾ അത് പഠിക്കുകയും പഠിപ്പിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുസ്ലിമായി മരിക്കാൻ പറ്റൂ. ജമാഅത്ത് പ്രസിഡന്റ് നിസാം കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. 2024 വർഷത്തിന്റെ അധ്യയനത്തിന്റെ തുടക്കം ഇന്ന് നമ്മുടെ മദ്രസയിൽ സമാരംഭം കുറിക്കുകയാണ്. ആത്മീയ വിദ്യാഭ്യാസത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചും ഇന്ന് സമൂഹത്തിൽ ആത്മീയ വിദ്യാഭ്യാസം കൊണ്ട് നേടേണ്ട പ്രത്യേകമായ കാര്യത്തെക്കുറിച്ചൊന്നും ഞാൻ പ്രത്യേകമായി നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇന്നത്തെ സമൂഹം മക്കളുടെ ഭൗതിക വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുകയും ആത്മീയ വിദ്യാഭ്യാസത്തിന് പേരിന് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ മക്കൾ
നമ്മൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിൽ ആകുന്നു എന്നുള്ളത് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജമാഅത്ത് ജനറൽ സെക്രട്ടറി സിയാദ് വലിയ വീട്ടിൽ സ്വാഗതം പറഞ്ഞു. ചീഫ് ഇമാം ഹുസൈൻ ഫാളിലി മുഖ്യപ്രഭാഷണം നടത്തി. സദർ മുഅല്ലിം സജീർ ഹാദി, മുൻ പ്രസിഡന്റ് സലീം ഹാജി, മദ്രസ കമ്മിറ്റി ചെയർമാൻ സുധീർ ഓലകെട്ടി, വൈസ് പ്രസിഡന്റ് അബ്ദുൽ സലാം, ജനത എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അബ്ദുൽ ലത്തീഫ്, മുഹമ്മദ് കുഞ്ഞ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പ്രധാന വാർത്തകൾ വീണ്ടും. കടുത്ത വേനൽ, ജില്ലയിൽ പശുവിൻ പാൽ ഉൽപാദനത്തിൽ വൻഇടിവ്, പ്രതിസന്ധിയിലായി ക്ഷീര കർഷകർ. രാവിലെ മറ്റും 70 ലിറ്റർ പാൽ കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പം 30 ലിറ്റർ പാൽ പറഞ്ഞാൽ 40 ലിറ്ററായി. പിന്നെ പച്ചപ്പുല്ലിൻ്റെ ലഭ്യത വളരെ കുറവ്, വെള്ളവും ഇല്ല. 2023 മാർച്ചിൽ ലഭിച്ച പാലിനേക്കാൾ 17.99% കുറവാണ് കഴിഞ്ഞ മാസം ലഭിച്ചത്. ജനവാസ മേഖലയിൽ ശുചിമുറി മാലിന്യം തള്ളി. അഞ്ചൽ ആർച്ചൽ കൈതോടിലാണ് രാത്രിയുടെ മറവിൽ ടാങ്കർ ലോറിയിൽ എത്തിച്ച മാലിന്യം തള്ളിയത്. ജനജീവിതം ദുസ്സഹമായതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ. സാമൂഹ്യവിരുദ്ധർ വീട് തള്ളി തകർത്തതായി പരാതി. തഴവ സ്വദേശി അജിത്തിന്റെ വീട്ടിലാണ് അക്രമം നടത്തിയത്. വീടിന്റെ ജനൽ ചില്ലകളും വാഹനവും അക്രമികൾ തല്ലി തകർത്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.